ഓക്കെ, ഇന്ന് ഞാൻ പറയുന്നത് വീക്ക് ഓഫ് എ ഡേ, അതായത് ഫസ്റ്റ് എന്നടിക്കുമ്പോഴത്തേനും മൺഡേ, 2 എന്നടിക്കുമ്പോൾ ട്യൂസ്ഡേ എന്നൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്ന മെനു ഡ്രിവൺ പോലത്തെ ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീക്ക് ഓഫ് എ ഡേ ഡിസ്പ്ലേ ചെയ്യാൻ, മന്ത് ഡിസ്പ്ലേ ചെയ്യാൻ, ഇപ്പോൾ ഫസ്റ്റ് 1 എന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേനും ജാനുവരി എന്ന് വരണം, സെക്കൻഡ് 2 എന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേനും ഫെബ്രുവരി വരണം. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ലിസ്റ്റിൽ ജനുവരി, ഫെബ്രുവരി അല്ലെങ്കിൽ സൺഡേ, മൺഡേ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലിസ്റ്റിൽ കോൾ ചെയ്ത് പ്രോഗ്രാം എഴുതാം. ഞാനിവിടെ സിമ്പിൾ ഇഫ് ആൻഡ് എലിഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈചാമിൽ ജസ്റ്റ് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. Go to PyCharm, then new Python file. അവിടെ നമ്മൾ പേര് കൊടുക്കുകയാണ് ഡിസ്പ്ലേ ഓഫ് വീക്ക് നെയിം. ഓക്കെ, ഞാൻ എൻ്റർ അടിച്ചു. അപ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാം ചെയ്യാനുള്ള ഇത് വന്നു. ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നു ഇൻപുട്ട് വഴി. സോ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ വീക്ക് ഡേ വീക്ക് ഡേ എന്ന് നമ്മൾ കൊടുക്കുന്നു. ദെൻ ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യും, ഒരു 1 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്താൽ ജസ്റ്റ് മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇഫ് കണ്ടീഷൻ കൊടുക്കും. ഇഫ് എക്സ് ഈക്വൽ ടു അതായത് ഇവിടെ നോട്ട് ഒരു ഈക്വൽ അല്ല, ഈക്വൽ ടു എന്ന് വെച്ചാൽ എക്സിലെ വാല്യൂയും റൈറ്റ് സൈഡിലെ വാല്യൂയും തുല്യമാവണം. അല്ല, ഇതാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വാല്യൂ എടുത്തു വയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് മൺഡേ. അടുത്ത് ഇവിടെ ബ്രേക്ക് ഒന്നും കൊടുക്കണ്ട. എലിഫ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ഈക്വൽ ടു 2 ആണെങ്കിൽ പ്രിന്റ് ട്യൂസ്ഡേ കൊടുക്കുക. ദെൻ വീണ്ടും അഗെയിൻ എലിഫ് എക്സ് ഈക്വൽ ടു 3 should be printed as കോപ്പി ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ, then elif x equal to 4 should be printed as Thursday. Control V. Thursday. If x equal to 5, ഇത് പോയി. ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫുൾ കോളൻ ഇടുക. ദാറ്റ് ഈസ് സിൻടാക്സ് ഇൻ പൈത്തൺ പ്രോഗ്രാം. മറക്കരുത് കേട്ടോ, ചിലപ്പോൾ അത് എററായിട്ട് കാണിക്കും. അല്ല, നമുക്ക് 0 എന്നോ 1 8 എന്നൊക്കെ പ്രിൻ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻവാലിഡ് എൻട്രി എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ
invalid enter correct. ഇൻവാലിഡ് എൻട്രി എന്ന് ഞാൻ തൽക്കാലം അത് പ്രിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. വെരി സിമ്പിളാണ്. ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്യാം. ഇത് ഓൾറെഡി സേവ്ഡ് ആണ്. ഓക്കെ, വീക്ക് ഡേ ഞാൻ 1 കൊടുത്തു. സോ ഇറ്റ്സ് വിൽ ബി മൺഡേ. ഞാൻ വീക്ക് ഡേ ഈസ് 0 കൊടുത്തു. ഇൻവാലിഡ് എൻട്രി എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. എഗെയിൻ ഞാൻ 8 കൊടുത്തു. ദാറ്റ് ഈസ് ഓൾസോ ഇൻവാലിഡ് എൻട്രി. ഒന്നുകൂടെ പ്രിൻറ്റ് ചെയ്യാം. 7 കൊടുക്കാം. സൺഡേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രമാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എഴുതാമെന്നില്ല. ഓരോരുത്തരും അവരവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഈ പ്രോഗ്രാമിന് ഫങ്ഷനിനുള്ളിലും നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് ഈ ഓപ്പറേഷൻസ് ഇഫ് എല്ലാം ഇത് ചെയ്തിട്ട് എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് എൻ്റർ വീക്ക് ഡേ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനിൽ വെളിയിൽ കോഡ് എഴുതിയിട്ട് ഫങ്ഷനെ കോൾ ചെയ്തും ഫങ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ഈ ഫങ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ലിസ്റ്റിൽ ഈ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാം. ഞാനിവിടെ ശരിക്കും ആ കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് കറക്റ്റെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വേറൊരു വീഡിയോയിൽ നെക്സ്റ്റ് പ്രോഗ്രാമായിട്ട് കാണാം.